ഇടുക്കി ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ആഗ്ന മരിയ അഭിലാഷ്. ഏവർക്കും ശിശുദിന ആശംസകൾ. കുട്ടികൾക്ക് വേണ്ടി ഒരു ദിനം. കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകാനായി സംഘടിപ്പിക്കുന്ന ദിനാചരണമാണ് ശിശുദിനം. രാജ്യത്തെ കുട്ടികൾക്ക് അവരുടെ ജീവിതം മതിവരുവോളം ആസ്വദിക്കാനും ആരോഗ്യവും സംസ്കാരവുമുള്ള ഉത്തമ പൗരന്മാരായി വളരുവാനുമുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് ശിശുദിനാഘോഷങ്ങളുടെ ലക്ഷ്യം. വാർത്തയിലേക്ക്. നെഹ്റുവിന് മുൻപും ശിശുദിനം ആഘോഷിച്ചിരുന്നു. 1857 റോസ് ഡേ എന്ന പേരിൽ ജൂൺ 2-ാം ഞായറാഴ്ച കുട്ടികൾക്കായുള്ള ദിനം ആചരിച്ചു തുടങ്ങി. നാളുകൾ കഴിയവേ പല രാജ്യങ്ങളിലും 1950 മുതൽ കുട്ടികളുടെ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര ദിനം ജൂൺ 1 ശിശുദിനമായി ആഘോഷിച്ചു തുടങ്ങി. 1954 മുതൽ സാർവദേശീയ ശിശുദിനമായി നവംബർ 20 ആഘോഷിച്ചു വന്നു. ഇന്ത്യയും 1956 മുതൽ അതിന്റെ ഭാഗമായിരുന്നു. നെഹ്റുവിന്റെ വേർപാടിനു ശേഷം 1965 നവംബർ 14 മുതൽ ദേശീയ ശിശുദിനമായി അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിച്ചു വരുന്നു. കുട്ടികളെ ഒരു പൂന്തോട്ടത്തിലെ മൊട്ടുകളായി കണക്കാക്കിയിരുന്ന സാമൂഹിക അടിത്തറയാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന, രാജ്യത്തിന്റെ ഭാവിയാണെന്ന് ഉറക്കെ പറഞ്ഞിരുന്ന കുട്ടികൾക്കിടയിൽ ഒരിക്കലും പക്ഷഭേദം അവർ തന്നെ കണ്ടുപിടിക്കില്ലെന്ന് ഓർമ്മിപ്പിച്ചിരുന്ന നെഹ്റുവിന്റെ 134ാമത് ജന്മദിനമാണ് 2024 നവംബർ 14. ഈ ദിവസം മറ്റേതൊരു ശിശുദിനത്തെയും പോലെ ആഘോഷിച്ച് തീർന്നു പോകാതെ നമ്മുടെ കുട്ടികൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കാനും അവകാശങ്ങൾക്കായി ചിന്തിക്കാനും തങ്ങളും സമൂഹത്തിന്റെ ഭാഗമാണെന്നും ചിന്തിച്ച് പ്രവർത്തിക്കാനുമുള്ള ആർജവം ഓരോ കുട്ടിയിലും ഉണർത്താനും നമുക്ക് ഓരോരുത്തർക്കുമാകണം. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ്, ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.